ക്ഷീണം വന്നാൽ എന്തു ചെയ്യണം? സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, വേഗം നടക്കുക, അതിവേഗം നടക്കുക, എങ്കിൽ നിങ്ങളുടെ ക്ഷീണം മാറും. ക്ഷീണം വന്നാൽ കിടന്നുറങ്ങുകയല്ല വേണ്ടത് എന്നതായിരുന്നു നബിതങ്ങളുടെ അധ്യാപനം. രാത്രി സമയങ്ങളിലെ അർദ്ധരാത്രിക്കു ശേഷമുള്ള ആ ധ്യാനവും ചലനാത്മകമായ പ്രാർത്ഥനകളും മനുഷ്യന് നൽകുന്നത് വളരെ വലിയ ആവേശവും ഉന്മേഷവും ആണ്. അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറയണം, ആരെയും ദുഃഖിപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ തമാശകൾ പറഞ്ഞ് മനസ്സിന് ആനന്ദം കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ പെട്ടതാണ്. ഭാര്യമാരോടുള്ള സഹവാസം, അതുപോലെ കുഞ്ഞുങ്ങളോടും ഉള്ള ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ജീവിതം, വാർദ്ധക്യമുള്ളവരോടുള്ള ആദരവും ഒരു സാമൂഹിക ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ അതിവിശിഷ്ടമായ സന്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി വർഷത്തിൽ 4 തവണയെങ്കിലും ഹിജാമ ചെയ്യുക. ഇടയ്ക്കിടെ ഹിജാമ ചെയ്യുന്നത് നബിതങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചു. ശരീരത്തിൽ നിന്ന് ദുർരക്തങ്ങൾ എടുത്തു കളയുകയും രക്തം കൂടുതൽ വളരാൻ കാരണമായി തീരുകയും ചെയ്യുന്നു ഹിജാമ എന്ന് ആധുനിക വൈദ്യം സമ്മതിക്കുന്നുണ്ട്.